ഇനി നമുക്ക് മുണ്ടക്കൈ ചൂരൽമലയുമായി ബന്ധപ്പെട്ട പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ത്വരിതഗതിയിൽ നടക്കുന്നുവെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റ് വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമൊക്കെ ഇന്നലെ ഹൈക്കോടതി ഇടപെട്ട് രമ്യമായി പരിഹരിച്ചിരുന്നു. ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് എൽസ്റ്റൺ എസ്റ്റേറ്റ്സ് ഭൂമി സർക്കാർ ഔദ്യോഗികമായി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്നു മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞ ജില്ലാ കലക്ടർ ഭൂമി സർക്കാർ ഏറ്റെടുത്തതായി എസ്റ്റേറ്റ് ഭൂമിയിൽ നോട്ടീസ് പതിച്ചു. 17 കോടി രൂപ കൂടി കെട്ടിവെച്ചാൽ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് തടസ്സമില്ലെന്ന ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് ഇന്നലെ രാത്രി സർക്കാരിന്റെ തിരക്കിട്ട നടപടി. ടി അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ് അലി, ഗുഡ് മോർണിംഗ്. എന്തായാലും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട വളരെ ആശ്വാസമേകുന്ന വാർത്തയാണ്. കാരണം എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതി നടപടികളിൽ ഇങ്ങനെ കാലതാമസം ഉണ്ടാകുമോ എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ഇന്നലെ ഒരു വളരെ സുപ്രധാനമായ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും ഇനി നിർമ്മാണ പ്രവർത്തനങ്ങളുമായി വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ മുന്നോട്ട് പോകുമോ? തീർച്ചയായും ജിൽസി, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് അനുകൂലമായ ഉത്തരവ് ലഭിച്ചത്. ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിന് സർക്കാരിന് നിയമ തടസ്സങ്ങളില്ല. 17 കോടി രൂപ കൂടി കെട്ടിവെച്ചാൽ അവർക്ക് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം എന്ന ഉത്തരവ് വന്നിരുന്നു. ഇതിന് പിന്നാലെ തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്ന നടപടികൾ ത്വരിതഗതിയിൽ നടക്കും, മുന്നോട്ട് പോകും എന്ന് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ജില്ലാ ഭരണകൂടം ഇന്നലെ രാത്രി തന്നെ എത്തി ഈ ഒരു നോട്ടീസ്, നമ്മൾ ഈ കാണുന്ന നോട്ടീസ് പതിച്ചിട്ടുള്ളത്. ഈ നോട്ടീസ് പറയുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി 11/4/2025 അതായത് ഇന്നലത്തെ ഉത്തരവ് പ്രകാരവും DDMA-യുടെ ഉത്തരവ് പ്രകാരം ഇന്നലത്തെ ഉത്തരവ് പ്രകാരവും വൈത്തിരി താലൂക്ക് വില്ലേജ് കൽപ്പറ്റ വില്ലേജ് ബ്ലോക്ക് 19 റീസർവേ നമ്പർ ഇതിൽപ്പെട്ട ഈ ഭൂമി 64.44705 ഹെക്ടർ ഭൂമി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവ് പ്രകാരം 2005 സെക്ഷൻ ഉത്തരവ് പ്രകാരം സർക്കാർ ഏറ്റെടുത്ത ഉത്തരവായിട്ടുള്ളതാണ്. ഈ ഭൂമിയിൽ അനധികൃതമായി പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണ് എന്നാണ് ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതോടുകൂടി തന്നെ ഈ ഭൂമി ഏറ്റെടുത്തുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം എൽസ്റ്റൺ എസ്റ്റേറ്റ് ഹൈക്കോടതിയിൽ തങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല, 549 കോടി രൂപ നഷ്ടപരിഹാരമായി വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. അത് ഈ തേയിലച്ചെടികളുടെയും ഭൂമിയുടെ ന്യായവിലയും കണക്കാക്കിക്കൊണ്ട് 549 കോടി രൂപ തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് അറിയിച്ചിരുന്നു. നേരത്തെ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നത് 26 കോടി രൂപ കെട്ടിവെച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാമെന്നായിരുന്നു. അതിനെതിരെയായിരുന്നു കോടതിയിൽ ഇവർ അപ്പീൽ സമർപ്പിച്ചിരുന്നത്. എന്തായാലും ആ 26 കോടി രൂപ കെട്ടിവെച്ച് സർക്കാർ ഇവിടെ തറക്കല്ലിടൽ നടത്തുകയും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ഊരാളുങ്കലിന് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള കരാർ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനെ കേസ് നടക്കുന്നതുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടയിലാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്. 17 കോടി രൂപ കൂടി കെട്ടിവെച്ചുകൊണ്ട് സർക്കാരിന് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം. പക്ഷേ അന്തിമ വിധിയല്ല, അന്തിമ വിധി ഈ കേസ് തീർപ്പാക്കുന്നത് പിന്നെയും സമയമുണ്ട്. പക്ഷെ അതിനു മുമ്പ് അതുവരെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ട ഇല്ല എന്നതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. പക്ഷേ ഈ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ദുരന്തം കഴിഞ്ഞ് 8 മാസം പിന്നിട്ടിരിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ ഇപ്പോഴും വാടക വീടുകളിലോ ബന്ധുവീടുകളിലാണ് കഴിയുന്നത്. വാടക വീടുകളിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ട് വാടക നൽകിയിട്ടുള്ള ഉടമകൾ, വാടക കെട്ടിടങ്ങൾ നൽകിയിട്ടുള്ള ഉടമകൾ നിർബന്ധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം പലപ്പോഴും 6 മാസത്തിനൊക്കെയാണ് പലരും ഈ വാടക വീടുകൾ നൽകിയിട്ടുള്ള ചെറിയ വാടകയ്ക്ക് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദുരന്തബാധിതർ എന്നതുകൊണ്ട് ചെറിയ വാടക കാര്യമായൊന്നും പരിഗണിക്കാതെ 6 മാസത്തേക്ക് നൽകിയതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അനന്തമായി ഇപ്പോഴും വീടുകളാവാതെ അവരങ്ങനെ തുടരുമ്പോൾ തങ്ങൾക്ക് അർഹതപ്പെട്ട മറ്റാളുകൾക്ക് നൽകിയിരുന്നെങ്കിൽ ലഭിക്കുമായിരുന്ന വാടകയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഈ കെട്ടിട ഉടമകൾ ഇവരോട് ഒഴിയാൻ ആവശ്യപ്പെടുകയോ വാടക കൂട്ടിച്ചോദിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ വലിയ തരത്തിൽ പ്രതിസന്ധി ഇപ്പോൾ അടുത്ത വർഷക്കാലം വരാൻ പോവുകയാണ്. ഇവർ ദുരന്തം കഴിഞ്ഞ് ഇപ്പോഴും എവിടേക്ക് പോകുമെന്നറിയാതെ നിൽക്കുന്ന സാഹചര്യമാണ്. സ്വന്തമായൊരു കൂര എന്നത് സ്വപ്നം മാത്രമായി കഴിയുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. അതിൽപ്പെട്ട 400-ലധികം കുടുംബങ്ങൾക്കാണ് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പ് ഒരുങ്ങുന്നത്. ഈ ടൗൺഷിപ്പ് ഏറ്റെടുക്കാനുള്ള നടപടികളിൽ ഒരു പ്രധാന തടസ്സമായിരുന്നത് ഭൂമി ഏറ്റെടുക്കുന്നിടത്തുള്ള തടസ്സമായിരുന്നു. അത് ഇപ്പോൾ എന്തായാലും നീങ്ങിയിരിക്കുന്നു. ഇന്ന് രാവിലെ 10 മണി മുതൽ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഭൂമി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നാണ് ഇന്നലെ രാത്രി നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തെത്തിക്കൊണ്ട് ജില്ലാ കലക്ടർ അറിയിച്ചത്. ഇന്നലെ രാത്രിയാണ് നമ്മൾ ഈ കാണുന്ന ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും
വളരെ വേഗത്തിൽ തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് തൊട്ട് പിന്നാലെ റവന്യൂ മന്ത്രി, ഇത് പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ റവന്യൂ മന്ത്രിയുടെ പ്രതികരണം വരുന്നു. അതിന് തൊട്ട് പിന്നാലെ ജില്ലാ ഭരണകൂടം രാത്രി വൈകിയും ജില്ലാ കലക്ടറും ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി ഈ ബോർഡ് സ്ഥാപിക്കുന്നു, നോട്ടീസ് പതിക്കുന്നു. ഇന്ന് 10 മണിയോടുകൂടി തന്നെ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ജിൽസി.